വെൽക്കം ബാക്ക്. ഹെവിക്കൂളിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ചെയ്യാനുള്ളത് ഭാരത് ബെൻസിൻ്റെ വണ്ടിയാണ്. ഭാരത് ബെൻസിൻ്റെ 1917 എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നമുക്ക് ആ വണ്ടിയിൽ കമ്പനി AC വരുന്നതാണ്. BS6 പുത്തൻ വണ്ടിയാണ്. അത് കമ്പനി AC വരുന്ന വണ്ടിയാണ്. അതിനകത്താണ് നമുക്ക് ഹൈബ്രിഡ് കയറ്റാനുള്ളത്. അപ്പോൾ ആൾക്കാർക്കുള്ളൊരു സംശയങ്ങളൊക്കെ ഇങ്ങനെയാണ്, അതിനകത്ത് കമ്പനി AC ഉള്ളപ്പോൾ വേറെ എന്തിനാണ് AC കയറ്റുന്നത്, അതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെയാണ് ചിലർ ചോദിക്കുക. നമുക്ക് കമ്പനി AC ഉള്ളപ്പോൾ നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. വണ്ടി സ്റ്റാർട്ടിങ് അല്ലാതെ AC ഇടാൻ പറ്റില്ല. കമ്പനി AC ആണെങ്കിൽ നമുക്കിപ്പോൾ നമ്മുടെ AC ആണെങ്കിൽ പാർക്കിംഗ് ടൈമിലടക്കം നമുക്ക് AC ഇടാം. അത് വണ്ടി സ്റ്റാർട്ട് ചെയ്യാതെ AC ഇട്ട് കിടന്നുറങ്ങാനൊക്കെ ഓപ്ഷനുണ്ട്. ഇപ്പോൾ ഇത് BS6 ആയതുകൊണ്ട് തന്നെ 90 ആംപിയറിൻ്റെ ബാറ്ററികളാണ് രണ്ടെണ്ണം വരുന്നത്. നമുക്കൊരു 5 മണിക്കൂർ തുടങ്ങി 8 മണിക്കൂർ വരെ നമുക്ക് സുഖമായിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാതെ AC ഇട്ട് കിടന്നുറങ്ങാനൊക്കെ. ജസ്റ്റ് നമ്മുടെ വണ്ടിയുടെ ഓണർ അതിൻ്റെ റിവ്യൂ. ഹലോ, നമസ്കാരം ചേട്ടാ. നമസ്കാരം. ചേട്ടാ പേരെന്നാ? എൻ്റെ പേര് അബ്ദുൽ ഗഫാർ. ഈ വണ്ടി ഇപ്പോൾ എവിടെ നിന്ന് വരുന്നത്? ഇത് മലപ്പുറം കൊണ്ടോട്ടി. ഇതിപ്പോൾ എന്തിനു വേണ്ടി വന്നു ഇവിടെ? നമുക്ക് AC, ടോപ്പിലെ AC, ഹൈബ്രിഡ് AC ഫിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ നല്ല റിവ്യൂ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നമ്മൾ അങ്ങനെ അപ്പോൾ നമ്മളെ ഒരു കോൺഫിഡൻറ്റ് വന്നപ്പോൾ വന്നതാണ്. പിന്നെ ഫോണിൽ സംസാരിച്ചു. അങ്ങനെ ഇപ്പോൾ കൂടുതൽ സംസാരം ഈ കേരളത്തിൽ ഇവിടെ നമ്മൾ അന്വേഷിച്ചിട്ട് ഇവിടെ മാത്രമേ ഉള്ളൂ. നല്ല സർവീസാണ്, കുഴപ്പങ്ങളൊന്നുമില്ല. ഓക്കെ. നമ്മൾ കുറേ വീഡിയോകളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. നമുക്ക് സ്റ്റാർട്ടിങ് ട്രബിൾ ഒരു കാരണവശാലും വരില്ല. വണ്ടി സ്റ്റാർട്ട് ചെയ്യാതെ AC ഇടാം. നമുക്ക് ഒരു ടെൻഷൻ അടിക്കാതെ AC ഇട്ട് കിടന്നുറങ്ങാം, യാതൊരു വിഷയങ്ങളും വരില്ല. വണ്ടി എപ്പോഴും സ്റ്റാർട്ട് ചെയ്യാനുള്ള റിസർവ് നമ്മുടെ ബാറ്ററിയിൽ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യും. മെയിൻറ്റെയിൻ ചെയ്ത് നമ്മുടെ AC ഓഫായി പോകും, അത്രയേ ഉള്ളൂ. അതിനകത്ത് ബാറ്ററിയുടെ സിഗ്നൽസ് എല്ലാം കാണിക്കും. ബാറ്ററി ഏകദേശം അതിൻ്റെ ഒരു പെർസെൻറ്റേജ് എത്തിക്കഴിഞ്ഞാൽ വോൾട്ട് ഡ്രോപ്പ് ആയി തുടങ്ങിയാൽ അതിനകത്ത് വാണിംഗ് അടിച്ച് നിൽക്കും. നമ്മുടെ ഡിസ്പ്ലേയിലെല്ലാം അതിനുള്ള ഓപ്ഷൻസ് കാണാവുന്ന രീതിയിൽ തന്നെ അതിൻ്റെ ബാറ്ററിയുടെ സിഗ്നലും അതിൻ്റെ വാണിംഗും വരും. എല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് E1 എന്ന് പറഞ്ഞിട്ട് അത് നിൽക്കുകയാണ് ചെയ്യുക. നോർമലില്ലാതെ വേറെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പിറ്റേ ദിവസം ഈ വണ്ടി സ്റ്റാർട്ടാകുമോ അതായത് പേടി പേടിക്കേണ്ട കാര്യം. ഇപ്പോഴും ഒരുപാട് ആൾക്കാർ അതെന്ന് പറഞ്ഞിട്ട് സംശയങ്ങൾ അങ്ങനെ പേടി പേടിക്കേണ്ട ആവശ്യം നമുക്കില്ല. ഇനി ഇലക്ട്രിക്കൽ സർജി അതായത് എവിടെയെങ്കിലും ഷോർട്ടേജോ കാര്യങ്ങളോ അല്ലെങ്കിൽ വോൾട്ട് ഡ്രോപ്പോ കാര്യങ്ങളോ എന്തെങ്കിലും വന്നാൽ തന്നെ നമ്മുടെ AC സിസ്റ്റം ഓഫാകും. അതിൻ്റെ സേഫ്റ്റിയുടെ ഭാഗമാണ്. ഒരു കാരണവശാലും നമുക്ക് ഈ സാധനം തീ പിടിക്കുക അല്ലെങ്കിൽ ഷോർട്ടേജ് വരെ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ പ്രശ്നങ്ങൾ വരെ ഉണ്ടാവില്ല. കാരണം അത് അത്രയും വലിയ പ്രോഗ്രാമായിട്ടുള്ള ഒരു കൺട്രോളർ സിസ്റ്റം തന്നെ അതിനകത്ത് നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് മൈലേജിൻ്റെ വ്യത്യാസങ്ങൾ വളരെ നന്നായിട്ട് വരും. കാരണം നമുക്ക് ആകെ വരുന്നത് 27 to 30 ആംപിയറാണ് ഏറ്റവും ഫുൾ ലോഡിന് വരാം. വണ്ടി തണുക്കുന്നതോറും അത് വളരെ കുറഞ്ഞു വരും. അതായത് എഞ്ചിനിലേക്ക് ലോഡ് എന്ന് പറഞ്ഞ സംഭവം ഫീൽ ചെയ്യായിരിക്കും. കാരണം ഇത്രയും മണിക്കൂർ 58 മണിക്കൂർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാതെ AC ഇടാന്ന് പറയുമ്പോൾ ഇത്ര ചിന്തിച്ചാൽ ആ ബാറ്ററിയിലാണ് വണ്ടി സ്റ്റാർട്ടാവുന്നു എന്ന് ഉറപ്പ് പറയുന്നുണ്ടെങ്കിൽ ഇത്ര ചിന്തിച്ചാൽ മതി. അതിന് വന്നാലും പോയാൽ ഇത്ര ലോഡ് വരുന്നുള്ളൂ. ഇപ്പം നമ്മൾ അടുത്ത സ്റ്റെപ്പ് അതിൻ്റെ ബസ്സുകളിലേക്ക് കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ അടുത്തടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഫുൾ ഒരു ഡെവലപ്മെൻറ്റ് സ്റ്റേജിലേക്ക് ഒന്നുകൂടി കയറി വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് വളരെ നല്ലത്. നമുക്കൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനി വീണ്ടും